ബോർഡ് കണ്ടില്ലേ, കാർഷിക കോളേജ് തെങ്ങുവേസന കേന്ദ്രം. അവിടെ നിന്നൊരു 1.25 കിലോമീറ്റർ ഇങ്ങനെ നടന്നു വരുമ്പോൾ ശരിക്കും നല്ലൊരു നാടൻ പ്രദേശത്ത് കൂടിയാണ് വരുന്നത്, കാമാൻകോയിൽ. പക്ഷെ കുറച്ചെങ്കിലും ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലെത്തും നല്ലൊരു റഷ് കാണാം. കാരണം നമ്മളവിടെ എത്തി. ഇതാണ് കട്ടച്ചൽക്കുഴി, നല്ല നാടൻ ചിക്കൻ പെരട്ട് കിട്ടുന്ന സ്ഥലം. ഇതാണ് ഹോട്ടൽ കൃഷ്ണ. ഇവിടെയാണ് ശരിക്കും ആ പെരട്ട് കിട്ടുന്നത്. പക്ഷേ ഹോട്ടൽ കൃഷ്ണയുടെ പെട്ടെന്നൊന്നും അല്ല അറിയുന്നത്. ട്രിവാൻഡ്രം സിറ്റിയിലായാലും എവിടെയായാലും അറിയുന്നത് കട്ടച്ചൽക്കുഴിയിലെ നാടൻ ചിക്കൻ പെട്ടെന്നാണ്. അങ്ങനെ തന്നെ ഫേമസ്. നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് കുറച്ച് നല്ല ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും പക്ഷേ ആൾക്കാർ നന്നായിട്ട് തേടി പിടിച്ച് വരുന്നുണ്ട്. ഇവിടെ കയറുമ്പോൾ തന്നെ കാണാൻ നോക്കി ശരിക്കും അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ ഇരുന്ന് ചിക്കൻ വെട്ടുന്നുണ്ട്, നുറുക്കുന്നുണ്ട്, മസാല ഒക്കെ ഇടുന്നതാണെന്ന് തോന്നുന്നു. അറിയില്ല. എന്തായാലും ബാക്കി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറാം. ഷായി ചേട്ടാ നമസ്കാരം. ഇതാണ് ഷായി ചേട്ടൻ, നമ്മുടെ ഈ കോഴിപ്പെരട്ട് കേന്ദ്രത്തിൻ്റെ ഓണറാണ്. അപ്പോൾ ഷായി ചേട്ടാ, എന്തുകൊണ്ടാണ് നമ്മൾ കോഴിപ്പെരട്ട് മാത്രം ഇവിടെ ഇങ്ങനെ നാടൻ കോഴി അച്ഛൻ തുടങ്ങിയതാണ്. 17 കൊല്ലമായി. 17 വർഷത്തിൽ കൂടുതലായി. എന്നാൽ നമ്മൾ ഇത് കോഴി തന്നെ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്? നാടൻ കോഴി മാത്രം മതി എന്നുള്ളതാണ് അച്ഛൻ്റെ ഇതല്ലേ. ആ, ഇതാണ് സംഭവം അല്ലേ, നാടൻ പെരട്ട്. ഇതിപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞ കുറേ ദൂരം ഉണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന്. ഇങ്ങനെ ഒരു നാട്ടും പ്രദേശം കൊണ്ടുവച്ചിട്ട് ഇതിന്റെ സ്വാദ് അറിഞ്ഞിട്ട് ആൾക്കാർ തേടി വരുന്നുണ്ട്. അത് ഇങ്ങനെ സ്വാദ് എങ്ങനെ ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്? ഇത് നമ്മുടെ നാടൻ രീതിയാണ്. എല്ലാം നാടൻ കോഴി, നാടൻ മുളക് പൊടി, വേറെ എല്ലാം നമ്മൾ ഇവിടെ തന്നെ പൊടിക്കുന്നതാണ്. പ്രത്യേകിച്ച് മില്ലി കൊടുത്ത് പൊടിപ്പിക്കും. എല്ലാം നാടൻ രീതിയാണ്. നാടൻ രീതി തന്നെ. അപ്പൊ ചേട്ടൻ മാത്രമാണോ, ചേട്ടന്റെ സഹോദരങ്ങളോ? ഇല്ല, ഇതിപ്പം അളിയനുണ്ട്. പിന്നെ 2 ജോലിക്കാരുണ്ട്. ശരിക്കും ഈ പെരട്ടിന്റെ ഒപ്പം എന്താണ് നമ്മളിവിടെ കൊടുക്കുന്നത്? പുട്ട്, കപ്പ, പൊറോട്ട, ദോശ, 4 ഐറ്റംസ്. ഉച്ചയ്ക്ക് ഊണുണ്ട്. പുട്ട്, പൊറോട്ട, കപ്പ എല്ലാം 4 ദോശ, 4 ഐറ്റവും 3 കൂടിന്റെ ഒപ്പമാണ് ഈ പെരട്ട് കൊടുക്കുന്നത്. വേറെ പെരട്ട് മാത്രമേ ഉള്ളൂ? ഇത് പെരട്ടും തോരനുണ്ട്. പെരട്ടും നാടൻ കോഴി തോരനും. പെരട്ട് മാത്രമല്ല ഇവിടെ ഫേമസ്, എന്താ പറയുക, നാടൻ കോഴി തോരനും കൂടെ ഉണ്ട്. ശരിക്കും എല്ലായിടത്തും ഇപ്പൊ കട്ടച്ചൽക്കുഴി ശരിക്കും ഇപ്പൊ പെരട്ടിന്റെ കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. ചേട്ടനായിട്ടാണ് തോന്നുന്നുണ്ട് അറിയിച്ചേക്കുന്നത്. അച്ഛനായിട്ടാണല്ലേ, ഇദ്ദേഹത്തിന്റെ അച്ഛനായിട്ടാണ് ശരിക്കും കട്ടച്ചൽക്കുഴി പെരട്ട് കേന്ദ്രം, കോഴി പെരട്ടിന്റെ ശരിക്കും കട്ടക്കുഴി ഫേമസ് ആക്കിയത് തന്നെ ഈ ഒരു കോഴിയാന്ന് തോന്നുന്നു. കോഴി പെരട്ട് തന്നെയാണെന്ന് തോന്നുന്നുണ്ടല്ലോ, ദൂരെ ആൾക്കാർ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പെരട്ട് ഉണ്ടാക്കുന്ന നന്നായി നോക്കാം. എൻ്റെ പേര് കണ്ണനല്ലേ. നമുക്കിന്ന് കണ്ണൻ ചേട്ടനാണ് ചിക്കൻ പെരട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ശരിക്കും ഇത് ഇവിടെ തന്നെ അല്ല ഇവിടെ ഉണ്ടാക്കുന്ന സ്ഥലം ഇത് തന്നെ. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. ആണല്ലോ. ഇത് ശരിക്കും നമ്മൾ കോഴി ഫ്രീസറിലല്ല, അപ്പോഴത്തേക്ക് അപ്പോൾ വെട്ടി കൊടുത്ത് പെരട്ടി തന്ന് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇറച്ചി വെട്ടുന്ന സ്ഥലം കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ശരിക്കും നല്ല നാടൻ കോഴി തന്നെ ചേട്ടൻ ഇവിടെ സെർവ് ചെയ്യുന്ന ആൾക്കാർ കൊണ്ട് വാങ്ങിച്ചുകൊണ്ട്, ഇത് നമ്മുടെ എവിടെ വീടുകളിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൂട്ടി തന്നെ ഇട്ട് ഇത് തന്നെ വെട്ടി ഫ്രഷ് ആയിട്ട് അന്നേക്കുള്ള സെറ്റ് ചെയ്യാണ്. ശരിക്കും നല്ല ഫ്രഷ് നാടൻ, ഒറ്റ ബ്രോയിലർ പോലും ഇല്ല. ചേട്ടൻ്റെ പേരണ പ്രദീപ് അല്ലേ? ചേട്ടൻ എത്ര ആളായി? 2-3 മാസമായുള്ളൂ അല്ലേ? ഇത് കോഴി നമ്മളിവിടെ വളർത്തുന്ന കൊണ്ടുവരുന്നതാണ്. എവിടെ? വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നത്. വീടുകളിൽ നിന്ന് ഇവിടെ അടുത്തുണ്ട്, ചുറ്റോട് ദൂരെ കൊണ്ടുവരുന്നുണ്ട്. ബ്രോയിലർ നമ്മൾ ഇതാണ് ചിക്കൻ. ഇപ്പൊ ഇവിടെയാണ് വെട്ടണല്ലേ? കോൾഡ് സ്റ്റോറേജിൽ വെക്കുന്ന പരിപാടി, അങ്ങനെ ഫ്രീസറിൽ വെക്കുന്ന പരിപാടി ഒന്നുമില്ല. രാവിലെ കൊല്ലുക, ഇതിന്റെ ഇടയ്ക്ക് വരുന്നുള്ള അപ്പോഴും കൊല്ലുക. ആണോ? അതിനുള്ള ആളുണ്ടായിരുന്നു. ഇത് ശരിക്കും പുറമെ കൊടുക്കുന്നുണ്ടോ? ഇറച്ചി കൊടുക്കും, നേരത്തെ ആണെങ്കിൽ കൊടുക്കുമല്ലോ. കാരണം നമുക്ക് നാടൻ കോഴിയൊന്നും അധികം കിട്ടാനില്ല. ഇനി കൊടുക്കത്തില്ല. അതായത് നമുക്ക് എന്താ ആവശ്യത്തിനുള്ള കോഴി, ബാക്കിയുള്ള മാത്രമേ പുറത്ത് കൊടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഇതുകൊണ്ട് ഇത് നമുക്ക് വരുമ്പോ തന്നെ കാണാം. അതായത് ഫ്രഷ് കോഴി, ഇതേ ഫ്രഷ് കോഴി വെട്ടുന്നതും കാണാം, അതിൻ്റെ ഒപ്പം ഉണ്ടാക്കുന്നതും കാണാം. ശരിക്കും നല്ല ധൈര്യത്തോടെ കഴിക്കാം. മറ്റേ ഇതാണ് നല്ല നാടൻ കോഴി. അധികം ഫ്ലഷ് ഇല്ല, നമ്മൾ സാധാരണ ബ്രോയിലറൊക്കെ അല്ലേ കാണുന്നത്. ഇതാണ് നല്ല നാടൻ കോഴി, ബ്രോയിലർ. ഞാൻ വെച്ചത് വല്ല പലചരക്കടയായിരിക്കും, കാരണം പൊടി എല്ലാം
കൊടുക്കുമ്പോൾ ഇവർ ചെറുതായിട്ട് കട്ട് ചെയ്ത് തരാം. ഇത് ശരിക്കും ഇതൊന്നും നുറുക്കിയതല്ലേ നമ്മള്? അവിടെ നിന്ന് കട്ട് ചെയ്ത് തരാം. കട്ട് ചെയ്ത് തരാം. വലിയ പീസായിട്ട് അവിടെ കട്ട് ചെയ്ത് ചേട്ടൻ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇവിടെ ചെറിയ ചെറിയ പീസാക്കും അല്ലേ? അടുത്ത് ഇതിങ്ങനെ കിടക്കുന്നതിന് പീസാക്കി എടുക്കണം. അപ്പോൾ ഇത് അറുത്ത് വെച്ചിരിക്കുന്നതാണ്. അറുത്ത് വെച്ചിരിക്കുന്നതാണല്ലേ? ഇതിനെ ഇനി വിരവി എടുക്കണം. നമ്മൾ ഇവിടെ തന്നെയാണോ പൊടിയൊക്കെ? പൊടിയെല്ലാം ഇവിടെ തന്നെ ഇടുന്നത്. ഇവിടെ നമ്മൾ പൊടിക്കുന്നതാണ്. ഇവിടെ ശരിക്കും നമ്മൾ ഇവിടെ തന്നെ പൊടിക്കുന്ന പൊടികളാണ്. ഇതെല്ലാം കൂട്ടി ഇവിടെ തന്നെയാണ് നമ്മൾ മസാല പരട്ടുന്നത്. ഇതിന്റെ കുറവുള്ളത് മാത്രമേ ഞാൻ അവിടെ പറ്റുന്നത്. അവിടെ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ മിനിമം ഇടുന്നുണ്ട്. മിനിമം ഇടുമ്പം അതിന്റെ ബാക്കി ഞാൻ അവിടെ ആവശ്യമുള്ളത് അനുസരിച്ച് അവിടെ ഇടുന്നു. അപ്പോൾ ഇതാണ് രണ്ട് സെക്ഷനാണ്. ഒന്നവിടെ ഇവിടെ മസാല പരട്ടും, ആദ്യത്തെ മസാല പരട്ടൽ അവിടെ കോഴി അറക്കല്. നമ്മളിതെല്ലാം കയറി വരുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ, കാരണം സാധാരണ കടകളിലൊക്കെ ഉള്ളിൽ നിന്നെല്ലാം ഉണ്ടാക്കിയിട്ട് സാധനം ഇങ്ങോട്ട് കൊണ്ടുതരും. പക്ഷെ ഇതങ്ങനെയല്ല, നമുക്ക് കാണാം, ഉണ്ടാക്കുന്നതും കാണാം, വെട്ടുന്നതും കാണാം, മസാല പരട്ടുന്നതും കാണാം. ഒരു വിശ്വാസം ഉണ്ടോ ശരിക്കും കഴിക്കാൻ? ചേട്ടാ നമുക്ക് ഉണ്ടാക്കുന്നിടത്ത് പോവാം. നമുക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോവാം. നമ്മളിപ്പോൾ ഗ്യാസ് വെച്ചിരിക്കുകയാണ്, ചട്ടി വെച്ചിരിക്കുകയാണ് അടുപ്പിൽ. അടുപ്പ് കത്തിക്കാൻ പോവുക. നമ്മൾ ഗ്യാസ് കത്തിച്ചു. നല്ല വലിയൊരു ചീൻചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ചീൻചട്ടി വെച്ചായിരുന്നു. അടുത്ത് ഈ വെള്ളം ഒന്ന് വറ്റണം. വെള്ളത്തിൽ ചട്ടിയിൽ ഈർപ്പം വറ്റുന്നവരാ അല്ല? നമ്മൾ എണ്ണയൊക്കെ ഇവിടെ നിന്ന് തന്നെ അതോ വാങ്ങുന്നതാണ്? മില്ലുണ്ടോ? മില്ലുണ്ട്. ഉച്ചക്കട മില്ലിൽ നിന്ന് വാങ്ങുന്നതാണ്. എവിടെ? ഉച്ചക്കട മില്ലിൽ നിന്ന് തേങ്ങ ആട്ടിക്കൊണ്ടിരിക്കുന്നിടത്തിന് വാങ്ങിക്കൊണ്ടുപോകുന്നത്. ചൂടായതുകൊണ്ടല്ലേ? ചൂടായ ആ വെള്ളം ഈർപ്പം പാടില്ല. ശരി, നമുക്ക് എന്നും തിരക്കുണ്ടോ? നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. മഴ ആയതുകൊണ്ടാണ്. ഇന്നിപ്പോൾ നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഞാൻ വന്നപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് തോർന്നുള്ളൂ. ഞാൻ കയറിയപ്പോൾ ഒന്ന് തോർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് വെള്ളം വറ്റി ചൂടായിട്ടല്ലേ? അപ്പോൾ എണ്ണ എടുക്കുകയാണ്. തേങ്ങ വെളിച്ചെണ്ണ. അപ്പോൾ ഇത് ഒരു തുടം വീത്തുകയാണ്. ഒരു 200 ഗ്രാം. അടുത്ത് വീണ്ടും ഒരു 200 ഗ്രാം കൂടി വീത്തുകയാണ്. 400 ഗ്രാമായി. അപ്പോൾ അത് 400 ഗ്രാമിന് ഇത്ര കോഴി എന്ന് വെച്ചിട്ടാണോ അവിടുന്ന്? 6 കിലോ ഇറച്ചി ഇതിൽ നിന്ന് വേണം. 6 കിലോ ഇറച്ചി വേണം. 6 കിലോ ഇറച്ചിയാണ്. അപ്പോൾ 400 ഗ്രാം അല്ലേ? 400 ഗ്രാമിൽ ഇത് കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിച്ചിട്ട് ഇത്രയും കടുക് ഇതിലിടുകയാണ്. കിട്ടും. അതൊന്ന് ചൂടാവുന്നത് വരെ നമ്മൾ നോക്കുക. അപ്പോൾ അത് പൊട്ടും. കടുക് പൊട്ടുമല്ലോ. കണ്ണിലടിക്കും. കണ്ണിലും ചെയ്യും. പ്രാഗീത തോന്നുന്നുണ്ട്. കണ്ണിലേക്ക് അടിക്കുന്നു. കടുക് പൊട്ടി കണ്ണിലടിക്കും. നോക്കിക്കണം. സാധാ ഒരു വീട്ടിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താ? ലെമ്പ എന്ന് വെച്ചാൽ ഇറച്ചിയിൽ ബിരിയാണിയിലൊക്കെ ചേരുന്ന ഒരു ഇലയാണ്. അറിയില്ല. ലെമ്പ എന്ന് പറഞ്ഞാൽ മതി. ലെമ്പ. ഇത് ലെമ്പ. മൂക്കാണ്. പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുന്നത്. ഇത്ര ഇട്ടതിന് ശേഷം ഇത് മറ്റേ നമ്മളെ എന്താ പറയാ, കറുവപ്പട്ടയുടെ ഇല പോലെ തന്നെ ഉള്ള വേറെ ഇതാണല്ലേ? ഇത് പുതിന ഇല, ലെമ്പ ഇല. ഇത് ആദ്യം തന്നെ നമ്മൾ എണ്ണയിലിട്ട് വാട്ടുകയല്ലേ? ഇത് കറിവേപ്പില ശരിക്കും പൊട്ടുന്നുണ്ട്. ആ ഈർപ്പ വെള്ളത്തിന്റെ ഈർപ്പ കാരണമല്ലേ? ഇല്ല. അതിൽ വെള്ളത്തിന്റെ ഈർപ്പം ഉണ്ട് ഈ കറിവേപ്പിലയിൽ. അപ്പോൾ ആ കറിവേപ്പില പൊട്ടുമ്പോൾ മൂക്കുന്നതാണ്. ഇത് മുളക് പൊടി. നമ്മളിപ്പം 6 കിലോ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ഇവിടെ പൊടിച്ച മുളക് പൊടിയാണ്. ശരിക്കും ആ നാരൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. മുളക് പൊടിയാണ്. ഇതിട്ട് ഇങ്ങനെ കലക്കുക. നിങ്ങൾക്ക് ശീലമല്ലേ വീട്ടൊക്കെ? ശരിക്കും ഇളക്കണം എണ്ണയിൽ. നന്നായിട്ട് ഇളക്കുമ്പോൾ അതൊന്നൊരു ചെറിയൊരു കളറായി വരും. ആദ്യമായിട്ട് എണ്ണ മീൻസ് ആദ്യം തന്നെ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇത് ഉപ്പുപൊടി ഇതും ഇതിൽ കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കുക. ശരിക്കും ആ ചൂടെണ്ണയിൽ തന്നെ ഇട്ട് ശരിക്കും മിക്സ് ആക്കുക. അടുത്ത ഇറച്ചി അവിടെ പുരട്ടി വെച്ചിരിക്കുകയാണ്. അതിനെ ഞാൻ എടുക്കാൻ പോവുക. അത് 6 കിലോ ഇറച്ചിയാണോ? ഇത് 6 കിലോ ഇറച്ചി. 6 കിലോ ഇറച്ചി. ഇതിപ്പോ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. പുരട്ടി വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിനെ ഞാൻ അതിലോട്ട് കൊണ്ടുവരാൻ. ഇതാണ് 6 കിലോ ഇറച്ചി. ഇത്ര ഉള്ളൂ. പക്ഷെ എടുക്കുമ്പോൾ 6 കിലോ ആയിട്ട് തോന്നും. ഇതിനകത്തോട്ട് ഇടും. അപ്പോൾ ഇതൊന്ന് ശകലം കറുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് തട്ടുകയാണല്ലോ മൊത്തം. ഇത് പെരട്ടി തന്നെ വെച്ചേക്കാണ്. പെരട്ടി തന്നെ വെച്ചിരിക്കും. ഇത് നമ്മൾ അതിന്റെ പൊക്കത്തും മറ്റേ പൊടികളെല്ലാം വെതറിയിട്ടുണ്ടെന്നുള്ളൂ. ആ ഒരു എണ്ണയിൽ ചുമ്മാ വെതറിട്ടേക്കുവായിരുന്നല്ലേ? ശരിക്കും അത് നമ്മൾ എണ്ണ മൊത്തം ഇതിലെല്ലാത്തിലും ആകണം. ആകുമ്പോൾ എല്ലാം എണ്ണയെല്ലാം ഇതിൽ വിരവി കഴിഞ്ഞു. ഇതിന് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത്ര തന്നെയാണ് ചെയ്തു.
ഇത് ഇങ്ങനെ അവിടെ വെച്ചേക്കുക? ഇല്ല, നമ്മൾ അടക്കുകയാണ്, അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. അടച്ചു വെച്ച് വേറെ വെള്ളം അങ്ങനെ ഒന്നും ഒഴിക്കണമൊന്നുമില്ല. ഇത്രയും നമ്മൾ അധികം ഇറങ്ങില്ല വെള്ളം. ഈ ഇതിൽ നിന്ന് ആവി പോരണ്ടേ? ആവി പോരുമ്പോൾ ഇതിൻ്റെ അടിയിലൊന്ന് തട്ടിയിട്ട് ഈ ആവി നിന്നാണ് പുറമെല്ലാം വേവുന്നത്. ഈ ആവി നിന്ന് തന്നെയാണ് പുറമല്ല വേവുന്നത്, അല്ലാണ്ട് ഇറച്ചിയിൽ നിന്ന് നമ്മൾ വെള്ളം ഇറങ്ങത്തില്ല. ഇറച്ചിന് വെള്ളം എന്ന് വെച്ചാൽ നീരാവിയായിട്ട് വരുന്നതല്ല, അത് ഇതിൻ്റെ അടിയിൽ വന്ന് നിൽക്കണ്ടേ? അടിയിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ആവി ഇവിടെ തന്നെ തങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഇതിനകത്ത് നിന്ന് വേവും. ഈ ആവി നിന്ന് വേറെ ഒന്നും പോകുന്നില്ല, ഒരാവി പുറത്ത് പോകുന്നില്ല, പുറത്തെങ്കിലും പോകത്തില്ല, വിടത്തില്ല. വിട്ട് കഴിഞ്ഞാൽ ഇറച്ചി വേവൂല. നമ്മൾ എത്ര നേരം നമ്മൾ വെച്ചേക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ആദ്യത്തെ ആവി തന്നെ, 10 മിനിറ്റ് ആദ്യത്തെ ആവിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുകയല്ലേ, വെന്തോണ്ടിരിക്കുകയല്ലേ, മനസ്സിലായല്ലേ? 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ആ ഒരു ആവിയിലേക്ക് കിടന്ന ചിക്കൻ ഇങ്ങനെ ആയി വരണം അല്ലേ? വെയിറ്റ് ചെയ്യാം ഒരു 10 മിനിറ്റ് കേട്ടോ. ഇത് ശരിക്കും നമ്മളിവിടെ പറക്കുന്നത് ഇത് എന്താ ശരിക്കും സാധനം എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. ഇത് പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ പറയുന്നത് ലെമ്പേല. ലെമ്പേല വേറെ പേരുണ്ടോന്ന് എനിക്കും അറിയില്ല. അത് പല സ്ഥലത്തും പല പേരാണ്.